ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, വിജയ് ഇപ്പോഴും ചെന്നൈയിലെ വീട്ടിലാണുള്ളതെന്ന് അറിയുന്നു. അവിടെ ബാരിക്കേഡുകളൊക്കെ വെച്ച് പോലീസ് അറിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ DMKയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെ ഭാഗത്തുനിന്നൊക്കെ പ്രതിഷേധ സാധ്യതകളുണ്ട്. ഇതെല്ലാം നമ്മൾ എന്തൊക്കെ മനുഷ്യൻ്റെ ദുരന്തവും ജീവൻ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞാലും കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇതൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക, പാർട്ടി ചുമതലയുള്ളവരൊക്കെ തന്നെ ഒരുപക്ഷെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രതിഷേധങ്ങൾക്കും ഒക്കെയുള്ള ഒരു സാധ്യത കണക്കാക്കണം. അത് സംഘർഷങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? വളരെ ജാഗ്രതയോടെ തമിഴകം മുഴുവൻ നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയോടെയാണ് വിജയ് ചെന്നൈ നീലാങ്കരയിലുള്ള വീട്ടിൽ എത്തിയത്. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. പോലീസ് ഈ ഭാഗത്ത് വലിയ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് കനത്ത സുരക്ഷ ബാരിക്കേഡ് വെച്ച് ആ വഴി അടച്ചിട്ടുണ്ട്. വിജയുടെ വീടിൻ്റെ ഭാഗത്തേക്കുള്ള വഴി പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അത്യാവശ്യക്കാരല്ലാത്ത ആളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്നും ആണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും വിജയുടെ ഭാഗത്തുനിന്ന് ഇനി എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നുള്ളത് നിർണായകമാണ്. അതിന് കാതോർത്തിരിക്കുന്നുണ്ട് തമിഴകം. ഏതായാലും വിജയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്നലെ അർദ്ധരാത്രി വിജയുടെ അഭിഭാഷകൻ TVKയുടെ അഭിഭാഷകനൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിജയ് വല്ലാതെ ഉലഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്, ഹൃദയ പൊട്ടിയ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് തുടങ്ങിയ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. എന്നിരുന്നാൽ പോലും വിജയുടെ ഭാഗത്തുനിന്ന് വിജയ്ക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാവില്ല എന്നുകൂടി ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് DMK, കോൺഗ്രസ്, ഇടത് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള തമിഴ്നാട് ഘടകം ഉൾപ്പെടെയുള്ളവ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സാധ്യത അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പോലീസും കണക്കാക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് പോലീസ് വലിയ പോലീസ് സന്നാഹത്തെ, വലിയ സുരക്ഷ ഈ വിജയുടെ വീടിന് സമീപത്ത് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ആവശ്യം വന്നാൽ കൂടുതൽ പോലീസ് സേനയെ അവിടേക്ക് വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം രാഷ്ട്രീയ തർക്കമാകും, രാഷ്ട്രീയ വിവാദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് DMK വേഴ്സസ് TVK അല്ലെങ്കിൽ വിജയ് എന്നുള്ള രീതിയിലേക്ക് 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധികം കാലമില്ല. അങ്ങനെ ഒരു ദ്വന്ദ്വത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ വിജയ് വലിയൊരു ശക്തിയായി പ്രതിപക്ഷ മുഖമായി മാറുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ടും വിജയുടെ ആ ഒരു തേരോട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു പോരാട്ടത്തിന് ഒരു കടിഞ്ഞാണിടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ വിജയുടെ ഭാഗത്തുനിന്ന് വന്ന ചില വീഴ്ചകൾ കൂടി, അതായത് ഇതിന് വളരെ നിരുത്തരവാദപരമായി ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും പെരുമാറാത്ത രീതിയിലാണ് വിജയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം വന്നത്. അതുകൊണ്ട് തന്നെ വിജയ് ഇതിൽ നിന്ന് കൊളിച്ചോടിയെന്നുള്ള വിമർശനം വലിയ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അടുത്ത നടപടി എന്ന രീതിയിൽ വിജയ്ക്കെതിരെ കേസ് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം കൂടി അത് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലേക്കൊക്കെ പോയാൽ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. പക്ഷേ DMK സർക്കാർ ഈ നിമിഷത്തിൽ അതിലേക്ക് പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഒരു അറസ്റ്റിലേക്കൊക്കെ പോയാൽ അതൊരു പക്ഷേ വിജയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സഹതാപ തരംഗത്തിലേക്ക് പോവാൻ ഇടയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ചില പ്രതികരണങ്ങൾ ആ ദുരന്ത സ്ഥലത്ത് നിന്ന് ദുരന്തബാധിതരായുള്ള ആളുകളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതായത് വിജയുടെ പരിപാടിക്ക് ഇടയിൽ കറണ്ട് കട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മനഃപൂർവ്വം എന്നുള്ള ഒരു പ്രതികരണങ്ങൾ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രചരണം കൂടി ഈ വിജയ് അനുകൂലമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് ഈ വിജയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള ചില ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി വരികയും ചെയ്തു. ഇങ്ങനെ നിൽക്കുമ്പോൾ വിജയുടെ അറസ്റ്റിലേക്കൊക്കെ പോയാൽ ഒരുപക്ഷെ അത് ഒരു സഹതാപ തരംഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം വിജയ്ക്ക് കിട്ടുന്ന രീതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പോലീസ് ആ നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. നിലവിലേതായാലും വിജയ്ക്കെതിരെ കേസ് എടുത്തിട്ടില്ല. പക്ഷേ TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. 4 വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത്. കൂടാതെ കൂടുതൽ നേതാക്കൾക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും വിജയുടെ കാര്യത്തിൽ ഒരു മൗനം തന്നെയാണ് തുടരുന്നത്. മാധ്യമപ്രവർത്തകർ ഈ MK സ്റ്റാലിനോട്, മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചോദിച്ചിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.